നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിച്ച 8 മിനിമാസ് ലൈറ്റുകളിൽ 4 പ്രകാശിതമാക്കി നാടിന് സമർപ്പിച്ചു. 2025-26 വർഷത്തെ പദ്ധതിയിൽ നിന്ന് 10,55,000 രൂപയാണ് ഇതിനായി ചിലവഴിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ മിനിമാസ് ലൈറ്റ് സമർപ്പണം വിവാദത്തിൽ. പഞ്ചായത്ത് പ്രസിഡന്റ് എത്തും മുൻപ് മിനിമാസ് ലൈറ്റ് പ്രകാശിപ്പിച്ചത് കോൺഗ്രസിലെ പടലപ്പിണക്കത്തിന് തെളിവാണെന്ന് ഇടതു മെമ്പർമാർ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും മുൻ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരുടെ ജന്മദിനവും ആചരിച്ചു. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിച്ച 8 മിനിമാസ് ലൈറ്റുകളിൽ 4 പ്രകാശിതമാക്കി നാടിന് സമർപ്പിച്ചു. 2025-26 വർഷത്തെ പദ്ധതിയിൽ നിന്ന് 10,55,000 രൂപയാണ് ഇതിനായി ചിലവഴിച്ചത്. 8 മിനിമാസ്റ്റ് ലൈറ്റുകൾ 6 വാർഡുകളിലായാണ് സ്ഥാപിച്ചത്. ഇതിൽ 9, 8, 19, 15 എന്നീ 4 വാർഡുകളിലെ മിനിമാസ് ലൈറ്റുകളാണ് വ്യാഴാഴ്ച പ്രകാശിതമാക്കി നാടിന് സമർപ്പിച്ചത്. വാർഡ് 9-ൽ പെരുവനം ചിറ പ്രദേശം, വാർഡ് 8-ൽ പെരുവനം വടക്കേനട ഹിഡുമ്പൻ ക്ഷേത്ര പരിസരം, വാർഡ് 19-ൽ ചേർപ്പ് ഭഗവതി ക്ഷേത്ര പരിസരം, വാർഡ് 15-ൽ പണ്ടാരച്ചിറ അങ്കണവാടി പരിസരം എന്നിവിടങ്ങളിലെ മിനിമാസ്റ്റ് ലൈറ്റുകളാണ് പ്രകാശിതമാക്കിയത്. 4 വാർഡുകളിലെയും മിനിമാസ്റ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് നിർവഹിച്ചു. ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഈ ചേർപ്പ് പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. 6 വാർഡുകളിലായിട്ടാണ് 8 മിനിമാസ്റ്റ് ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ, വളരെ വേഗത്തിൽ തന്നെ അത് എടുത്തിരിക്കുന്ന ഏജൻസികൾ വളരെ കൃത്യതയോടുകൂടി തന്നെ വർക്ക് തീർത്ത് തന്നിട്ടുണ്ട്. വളരെ സന്തോഷം നിറഞ്ഞൊരു സമയം തന്നെയാണ്. മെമ്പർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി കഴിയാറായി. ഈ കഴിയാറായ സമയത്ത് പരമാവധി പൂർത്തീകരിക്കാൻ കഴിയാവുന്ന വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷം. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്കറിയാം, മാലിന്യമുക്തവുമായ പദ്ധതി കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടും അല്ലാതെയും നമ്മുടെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ മാലിന്യം കൊണ്ടിടുന്ന സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ മറ്റു ക്യാമറകളിലൊക്കെ കണ്ടും പിടിച്ചുമൊക്കെ പരിഹാരം കാണുന്നുണ്ടെങ്കിലും വളരെ നല്ലൊരു വെളിച്ചം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരത്തിലുള്ള ഇതുകളൊക്കെ ഒഴിവായി കിട്ടും എന്നുള്ളൊരു ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് ഈ ചിറയുടെ പരിസരത്ത് വളരെ ഭംഗിയിൽ തന്നെ ഈ ലൈറ്റ് ഇവിടെ സ്ഥാപിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് VN സുരേഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, ശ്രുതി ശ്രീശങ്കർ, അൽഫോൺസ പോൾസൺ എന്നിവർ അതാത് വാർഡുകളിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചു. ഒരു സ്വപ്നമാണെന്നിവിടെ സാക്ഷാത്കരിക്കുന്നത്. കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഇറങ്ങുക എന്നത് നമ്മുടെ ഒരു സന്തോഷം തന്നെയാണ്. നമ്മുടെ ആ പ്രവർത്തനത്തിന് ഫലം ഇന്ന് കണ്ടു. എന്തായാലും നമുക്ക് നാടിന് നൽകാൻ കഴിഞ്ഞ ഈ ഒരു പദ്ധതിക്ക് ഇവിടെ തിരിതെളിക്കാൻ പോവുകയാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യ നിക്ഷേപിക്കൽ തന്നെയാണ്. സ്കൂളിൻ്റെ പരിസരത്ത്, നമ്മുടെ പെരുവന അമ്പലത്തിൻ്റെ വടക്കേ ഗോപുരനട വശത്ത് വളരെയധികം എന്ന് പറഞ്ഞ പോലെ തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാറാണ് പതിവ്. ഉത്സവങ്ങളും എന്നും ആഘോഷങ്ങൾ നിറഞ്ഞ പെരുവന ഏരിയയുടെ ഈ ഒരു ഏരിയ എന്നും മദ്യസേവയായിരുന്നു. അതിൻ്റെ വേസ്റ്റുകൾ ആണ് എന്നും രാവിലെ നമുക്കിവിടെ കാണാൻ സാധിക്കാറുള്ളത്. സിനി പ്രദീപ്, നസീജ മുത്തലീഫ് എന്നീ മെമ്പർമാർക്ക് പുറമെ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാമകൃഷ്ണൻ കൊരമ്പിൽ,
പ്ലാൻ ക്ലർക്ക് പ്രസാദ്, നിർമ്മാണ ഏജൻസി പ്രതിനിധി എബിൻ, CDS മെമ്പർ രാധ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പ്രദേശവാസികൾ എന്നിവർ വിവിധ വാർഡുകളിൽ നടന്ന സ്വിച്ച് ഓൺ കർമ്മ ചടങ്ങിൽ പങ്കെടുത്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ മിനിമാസ് ലൈറ്റ് സമർപ്പണം വിവാദത്തിൽ. പഞ്ചായത്ത് പ്രസിഡന്റ് എത്തും മുൻപ് മിനിമാസ് ലൈറ്റ് പ്രകാശിപ്പിച്ചത് കോൺഗ്രസിലെ പടല പിണക്കത്തിന് തെളിവാണെന്ന് ഇടത് മെമ്പർമാർ. ചേർപ്പ് പഞ്ചായത്തിൽ വ്യാഴാഴ്ചയാണ് 4 മിനിമാസ്റ്റ് ലൈറ്റുകൾ നാടിന് സമർപ്പിച്ചത്. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 മിനിമാസ്റ്റ് ലൈറ്റുകളാണ് സ്ഥാപിച്ചത്. ഇതിൽ 9, 8, 19, 15 വാർഡുകളിലെ ലൈറ്റുകളാണ് വ്യാഴാഴ്ച സ്വിച്ച് ഓൺ ചെയ്തത്. എന്നാൽ ഇതിൽ 19-ാം വാർഡിൽ ഭഗവതി ക്ഷേത്ര പരിസരത്തെ മിനിമാസ്റ്റ് ലൈറ്റ് മണിക്കൂറുകൾക്ക് മുൻപ് പ്രകാശിതമാക്കിയതാണ് ഇടത് മെമ്പർമാരുടെ എതിർപ്പിന് ഇടയാക്കിയത്. മിനിമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നിർവഹിക്കണമെന്ന തങ്ങളുടെ നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഭരണസമിതി തീരുമാനത്തിലെത്തിച്ചതെന്നും ഇടത് മെമ്പർമാർ പറയുന്നു. എന്നാൽ ചില കോൺഗ്രസ് മെമ്പർമാർ തങ്ങളുടെ വാർഡുകളിൽ സ്വയം പഞ്ചായത്ത് പ്രസിഡന്റ് ചമഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 8, 9, 10, 15, 18, 19 വാർഡുകളിലായി മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു. മിനിമാസ്റ്റ് ലൈറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ കോൺഗ്രസിൻ്റെ മെമ്പർമാർ സ്വയം പ്രസിഡന്റുമാരായിട്ട് ചമഞ്ഞുകൊണ്ട് അതത് വാർഡുകളിലെ ഉദ്ഘാടനം അതത് മെമ്പർമാർ നടത്തണമെന്ന അവകാശവാദവുമായിട്ട് രംഗത്തെത്തി. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ വിശദമായി ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാർ ഒന്നടക്കം പഞ്ചായത്തിൻ്റെ പദ്ധതിയായതുകൊണ്ട് ഈ ലൈറ്റുകളുടെയൊക്കെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും പഞ്ചായത്ത് ഭരണസമിതിയിൽ ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ ഈ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ 19-ാം വാർഡിൽ ചെന്നപ്പോൾ ആ ലൈറ്റിൻ്റെ ഉദ്ഘാടനം തലേ ദിവസം തന്നെ ആ വാർഡ് മെമ്പർ ധന്യ സുനിലും അവിടുത്തെ ചില കോൺഗ്രസ് പ്രവർത്തകരും കൂടി ഉദ്ഘാടനം നടത്തിയായിട്ട് അറിയാനാണ് നമുക്ക് സാധിച്ചത്. അതിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ തന്നെ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ അല്ലെങ്കിൽ കോൺഗ്രസ് മെമ്പർമാർക്കിടയിലെ ഗ്രൂപ്പ് പോരുകളും വഴക്കുകളുമാണ് ഇത്തരമൊരു പ്രവർത്തനങ്ങൾക്ക് ഇടയായിട്ടുള്ളത്. ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്ന ഇവിടുത്തെ കോൺഗ്രസ് മെമ്പർമാരുടെ പടലപ്പിണക്കങ്ങളും അതുപോലെ തന്നെയുള്ള ഗ്രൂപ്പ് പോരുകളും തന്നെയാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനും അധപതനത്തിനും കാരണം. ഇതിന് പിന്നാലെ മിനിമാസ്റ്റ് ലൈറ്റ് പ്രകാശിപ്പിച്ച് ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 19-ാം വാർഡിലെ മിനിമാസ്റ്റ് ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെത്തുമ്പോൾ ലൈറ്റ് പ്രകാശിപ്പിച്ച നിലയിലായിരുന്നു. ഇന്നലെ ലൈറ്റിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് 19-ാം വാർഡിലേക്ക് പോയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കരാറുകാരൻ എബിയും മാത്രമാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത്. വാർഡ് മെമ്പറോ മറ്റു അനുയായികളോ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടെ ആ ലൈറ്റ് കത്തി കിടക്കുകയായിരുന്നു. കരാറുകാരൻ ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വീണ്ടും പ്രസിഡന്റ് അത് ഓൺ ചെയ്തിട്ട് ഉദ്ഘാടനം നടത്തി അധ്യക്ഷ പ്രസംഗവും അതുപോലെ തന്നെ ഉദ്ഘാടനമൊക്കെ നിർവഹിക്കുകയാണ് ഉണ്ടായിരുന്നത്. വാർഡ് മെമ്പർ ധന്യ സുനിൽ അടക്കം ആരും സ്ഥലത്തുണ്ടായിരുന്നില്ല. തുടർന്ന് കരാറുകാരനെ കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്യിക്കുകയും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈറ്റ് രണ്ടാമതായി സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നുവെന്ന് ഇടത് മെമ്പർമാർ പറഞ്ഞു. കോൺഗ്രസ് മെമ്പർമാർക്കിടയിലെ ഗ്രൂപ്പ് തർക്കവും പോരും അധികാരമോഹവും കാരണം വികസന മുരടിപ്പിലേക്ക് നയിക്കുകയാണ് UDF ഭരണസമിതിയെന്നും ഇടത് മെമ്പർമാർ ആരോപിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും മുൻ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരുടെ ജന്മദിനവും ആചരിച്ചു. ചേർപ്പ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. KPCC മുൻ ട്രഷറർ KK കൊച്ചുമുഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. 3 പേരുടെ അനുസ്മരണം. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും അതോടൊപ്പം തന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ജന്മദിനവും ഒരുമിച്ച് സ്മരിക്കുന്ന ഒരു വേളയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. വലിയ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാനുണ്ട് ഈ
ഇന്നത്തെ ദിവസത്തിലെ ഈ ചടങ്ങ്. വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ മത്സരത്തിൻ്റെ വിജയവും അതുപോലെ തന്നെ നാടിൻ്റെ അഭിവൃദ്ധിയും ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കടമ്പകളാണ്. അതൊക്കെ തന്നെ മറികടക്കാൻ പാകത്തിലുള്ള രാഷ്ട്രീയമായ ചടുലത, രാഷ്ട്രീയമായ പക്വത, രാഷ്ട്രീയമായ ഐക്യം ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ഇവിടെ ശ്രീ രാമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഓരോ തുള്ളി രക്തവും നമ്മുടെ രാജ്യത്ത് പുതിയ ഒരു ശക്തി ഉയർത്തെഴുന്നേൽക്കും എന്ന് അവർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിക്കൊണ്ട് തന്നെ നമ്മുടെ നാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ കാലം ഭരിച്ചു. പിന്നീട് നമുക്ക് ആ ഭരണം നഷ്ടമായി. നമ്മൾ ആ ഭരണം വീണ്ടെടുക്കുന്നതിന് വേണ്ടി തലങ്ങും വിലങ്ങും ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ അധ്യക്ഷനായി. തൻ്റെ ഓരോ തുള്ളി രക്തവും ഈ നാടിനെ കൂടുതൽ ശക്തി പകരുമെന്നും എൻ്റെ ജീവൻ ത്യജിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഈ നാടിനെ കൂടുതൽ അത് ശക്തി പകരുമെന്നുള്ള വികാരനിർഭരമായിട്ടുള്ള പ്രസംഗം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് സ്വന്തം അംഗരക്ഷകൻ ശ്രീമതി ഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. നമുക്ക് ലോകത്തിനും എല്ലാം തീരാ നഷ്ടവും. ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നും ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നുമാണ് നമ്മളെല്ലാവരും ഒരു കാലത്ത് പറഞ്ഞിരുന്നത്. KPCC മെമ്പർ MK അബ്ദുൾ സലാം ഭദ്രദീപം തെളിയിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, സുനിൽ ലാലൂർ, IA വിൽസൺ, ഷാജൻ കൈപ്പൂളി, TN ഉണ്ണികൃഷ്ണൻ, മജീദ് മുത്തുള്ളിയാൽ, KP സുബ്രൻ, CK ഭരതൻ, ഷനിൽ പെരുവനം, CK വിനോദ്, M സുജിത് കുമാർ, ഫൈസൽ കരീം, സിദ്ധാർത്ഥൻ അശോകൻ, ദിലീഷ്, CN പ്രേംഭാസി, VB സുരേന്ദ്രൻ, അൽഫോൺസാൻ, സന്ദീപ് ഷെഫീഖ് കൊട്ടാരത്തിൽ, പ്രസാദ് കിഴക്കൂട്ട്, അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ ദിനം പാർലത്ത് ആചരിച്ചു. INTUC പാർലം മണ്ഡലം കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. MC കുട്ടപ്പൻ രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. CR മണി അധ്യക്ഷനായി. INTUC ജില്ലാ സെക്രട്ടറി AP രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. TM മോഹനൻ, KT സെബാസ്റ്റ്യൻ, KR ശിവശങ്കരൻ, KC പ്രകാശൻ, MR ഗിരിജൻ, AT ജോസ്, ദേവസിക്കുട്ടി എന്നിവർ സംസാരിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലെ ആലുക്കൽകുന്ന് നഗറിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലേക്ക്. പട്ടികജാതി നഗറുകളുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയിൽപ്പെട്ടതാണിത്. പദ്ധതിയുടെ ഭാഗമായി ഭവന പുനരുദ്ധാരണം, കാന നിർമ്മാണം, റോഡ് ഇന്റർലോക്ക്, കിണർ നവീകരണം, ലൈറ്റ് പോൾ സ്ഥാപിക്കൽ, അങ്കണവാടി നവീകരണം എന്നിങ്ങനെ ഉൾപ്പെട്ടതായിരുന്നു 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. പദ്ധതി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും നമ്മൾ തീരുമാനിക്കണം ഇവിടെ ജനപ്രതിനിധി ആര് വേണം എന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ കിട്ടി ഒരു വലിയൊരു ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന ഒരു നാട്ടിക നിയോജകമണ്ഡലത്തിൽ നമ്മളിപ്പോൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ജനവിഭാഗങ്ങൾ തിങ്ങി പാർക്കുന്ന പ്രദേശമാണ് നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലം. ആ നാട്ടിക നിയോജകമണ്ഡലത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാടും ധാരണയും ഇതിനു മുമ്പുള്ള MLA ജനപ്രതിനിധിയോട് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ജനവിഭാഗത്തെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു ആലോചനയായിരുന്നു എന്നിൽ അർപ്പിതമായ ചില കാര്യങ്ങൾ. ഇപ്പോൾ പൊതുവെ നമ്മുടെ മണ്ഡലം ഇപ്പോൾ 8 നഗരത്തിലേക്കാണ് ഇപ്പോൾ 1 കോടി രൂപ വീതം നമ്മൾ കൊടുത്തത്. 4-5 നഗരങ്ങൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടായി. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി.
പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ KD വാലന്റീന, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹസീന അക്ബർ, ജെറി ജോസഫ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K പ്രമോദ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അനിത മണി, റോസ്ലി ജോയ്, പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, സിബി സുരേഷ്, സ്മിനു മുകേഷ്, സുബിത സുഭാഷ്, തൃശൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ K സന്ധ്യ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ TG വിനയൻ, സന്തോഷ് അറക്കൽ, സുധീർ ചക്കാലപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ സെന്റർ 25-ാം നമ്പർ അംഗനവാടി കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ശിശുക്ഷേമ വകുപ്പ് എന്നിവ ചേർന്നാണ് നിർമ്മാണം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ശ്രുതി വിജിൽ അധ്യക്ഷയായി. സ്വന്തമായി സ്ഥലമില്ലാതെ വാടകയ്ക്ക് പ്രവർത്തിച്ചിരുന്ന അംഗനവാടിക്ക് സ്ഥലവും കെട്ടിടാനുമതിയും ലഭിച്ചത് 3 വർഷത്തെ പ്രയത്ന ഫലമാണെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, പ്രദേശവാസികൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, തൊഴിലുറപ്പ് അംഗങ്ങൾ, ശിശുക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പാരമ്പര്യ ചികിത്സാ രംഗത്ത് 80 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഊരകം ക്ലായിശ്ശേരി നാരായണൻ വൈദ്യർക്ക് ആദരം. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് നാരായണൻ വൈദ്യർക്ക് ആദരം നൽകിയത്. ജനശ്രീ ജില്ലാ ചെയർമാൻ O. അബ്ദുൾ റഹ്മാൻ കുട്ടി ആദരിക്കൽ നിർവഹിച്ചു. KPCC അംഗം MK അബ്ദുൾ സലാം മുഖ്യാതിഥിയായിരുന്നു. ജനശ്രീ മണ്ഡലം ചെയർമാൻ പ്രദീപ് വലിയങ്ങോട്ട് അധ്യക്ഷത വഹിച്ചു. ജനശ്രീ ഭാരവാഹികളായ പ്രസാദ് കിഴക്കൂട്ട്, ജസ്ന ഷിഹാബ്, KR സിദ്ധാർത്ഥൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യ രമേശ്, MM അബൂബക്കർ, ഷനിൽ പെരുവനം, രാധാകൃഷ്ണൻ ഐച്ചിൽ എന്നിവർ സംസാരിച്ചു. KS വിമൽ, സന്തോഷ് എടത്താടൻ, ദിലീഷ് എട്ടുമന, ഷാജി ആദം, KA നിഷാദ്, ബിജു പുഷ്പാഞ്ജലി, PV ജോൺസൺ, KR പ്രവീൺ, PV യോഹന്നാൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സമാപിച്ചു. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ വെങ്ങിണിശ്ശേരി അഡാപ്റ്റീവ് സൊസൈറ്റി തിയേറ്ററും പ്രദർശന വേദികളിൽ ഒന്നായിരുന്നു. അമേരിക്കൻ ചിത്രമായ ദി ഫോറസ്റ്റ് ഗംപ് ആണ് അവസാന ചിത്രമായി പ്രദർശിപ്പിച്ചത്. മികച്ച സിനിമ, മികച്ച എഡിറ്റിംഗ്, നടൻ, സംവിധായകൻ, വിഷ്വൽ ഇഫക്ട്സ്, മികച്ച അവലംബിത തിരക്കഥ എന്നീ വിഭാഗങ്ങളിൽ ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രമാണ് ദി ഫോറസ്റ്റ് ഗംപ്. സെറിബ്രൽ പാൾസി എന്ന അവസ്ഥയിൽ നിന്ന് നിരന്തര പോരാട്ടത്തിലൂടെ വളർന്ന കുട്ടിയുടെ കഥയാണ് സിനിമ പറയുന്നത്. ഷോർട്ട് ഫിലിം സംവിധായകൻ സുജിത് രാജീവ്, സിജോ ചിറയത്ത്, സിനിമാ സംവിധായകൻ പ്രിജുകുമാർ, ജോജു കോടന്നൂർ, നടൻ NL വർഗീസ്, അഡാപ്റ്റ് പ്രസിഡന്റ് AV സണ്ണി, സംസ്ഥാന അവാർഡ് ജേതാവായ സംവിധായകൻ അനിൽ പരക്യാട് എന്നിവർ സംസാരിച്ചു. നമ്മുടെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട കുട്ടികൾക്ക് വേണ്ടി ഓടി നടന്ന് നന്നായിട്ട് പരിശ്രമിക്കുന്നു. നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലെ കുട്ടികൾക്ക് വളരെ അധികം ഉപകാരപ്രദമായ രീതിയിൽ ഇങ്ങനെ ഒരു സൊസൈറ്റി സ്ഥാപിക്കുന്നത് ഈ നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ സന്തോഷം. നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സിനിമ ആസ്വദിക്കുവാനും ഈ അഡാപ്റ്റീവ് സൊസൈറ്റിയെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടാനുമാണ് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞങ്ങളുടെ കുട്ടികൾ വന്നിട്ടുള്ളത് ജൂലി ടീച്ചറുടെ കൂടെ 25ഓളം കുട്ടികൾ വന്നിട്ടുണ്ട്. അവർക്ക് വലിയൊരു പ്രചോദനമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിവിടെ കൊണ്ടുവരാനും ഇതിന്റെ ബുദ്ധിമുട്ടുകളും ഇത് എന്താണെന്നുള്ള അറിയാതെ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ. കാരണം ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിലെ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മളെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ കാണാനായിട്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോകും. അപ്പൊ അവർ പറയും ഞങ്ങൾ ഗോവയ്ക്ക് പോവാ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിൽ പോവാ. അപ്പൊ നമ്മൾ സ്വപ്നം പോലെ കാണും. അവരൊക്കെ അങ്ങോട്ട് കാണാൻ പോകണം. ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. തൃശ്ശൂർ കൈരളിയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ആ ടൈമിൽ പോലും നമുക്ക് പോയി കാണാൻ പറ്റാറില്ല. ഇത് നമ്മുടെ നാട്ടിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. അത് ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും സംഘടന ഇപ്പൊ ചെയ്തതെന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാന്ത്വനം ബഡ് സ്കൂളിൽ ഒളിമ്പിയ സ്കൂൾ തലം കായിക മത്സരം നടന്നു. പാർളം കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂഫി ഫ്രാൻസിസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ അധ്യക്ഷയായി.
ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ റോസ്ലി ജോയ്, NT സജീവൻ, TN ഉണ്ണികൃഷ്ണൻ, സുനിൽകുമാർ, സെക്രട്ടറി CM അനീഷ്, സ്കൂൾ പ്രധാനാധ്യാപിക KR ശോഭ, കുടുംബശ്രീ ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ അനിത എന്നിവർ സംസാരിച്ചു. 100 മീറ്റർ ഓട്ടം, റിലേ, ഷോട്ട് പുട്ട്, സോഫ്റ്റ് ബോൾ ത്രോ, ലോങ് ജംപ് തുടങ്ങി വിവിധ ഇനങ്ങളിലായി മത്സരങ്ങൾ നടന്നു. എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മത്സരത്തിൽ 1ാം സ്ഥാനക്കാരായ കുട്ടികളെ നവംബറിൽ നടക്കുന്ന ജില്ലാതല കായിക മത്സരത്തിൽ പങ്കെടുപ്പിക്കും. പെരിഞ്ചേരി സ്വദേശിയും ചേർപ്പ് മേഖലാ കേബിൾ ഓപ്പറേറ്ററുമായിരുന്ന TV വിനോദ് കുമാറിന്റെ ഓർമ്മകൾക്ക് 2 വയസ്സ്. TV വിനോദ് കുമാർ അനുസ്മരണത്തിന് നവംബർ 1 ശനിയാഴ്ച തൃശൂർ പേൾ റീജൻസി വേദിയാകും. ഓർമ്മകളിൽ ഒളിമങ്ങാതെയുള്ള നിഷ്കളങ്ക ചിരിയും നിസ്വാർത്ഥ സേവന താൽപര്യതയും കർമ്മോത്സുകതയുടെ നാളുകളും സമ്മാനിച്ചാണ് TV വിനോദ് കുമാർ ഓർമ്മയായത്. കേബിൾ ഓപ്പറേറ്റർ എന്ന നിലയിൽ ജനകീയ മുഖമായിരുന്നു TV വിനോദ് കുമാറിൻ്റേത്. കുടുംബത്തോടൊപ്പം സഹപ്രവർത്തകർക്കുമെല്ലാം ഒളിമങ്ങാത്ത ഓർമ്മകൾ സമ്മാനിച്ചാണ് അദ്ദേഹം കടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ള വേദിയാണ് തൃശൂർ പേൾ റീജൻസിയിൽ ഒരുങ്ങുന്നത്. ശനിയാഴ്ച വൈകിട്ട് 3:30-ക്കാണ് അനുസ്മരണ ചടങ്ങ് നടക്കുക. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, മലയാളം ന്യൂസ് 24/7 MD അബൂബക്കർ സിദ്ദീഖ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി, സംസ്ഥാന ജില്ലാ നേതാക്കൾ, COA ചേർപ്പ്, തൃശൂർ ഈസ്റ്റ്, തൃശൂർ വെസ്റ്റ് അംഗങ്ങൾ എന്നിവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷൻ വികസന രേഖ പ്രകാശനം ചെയ്തു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. CC മുകുന്ദൻ MLA, തളിക്കുളം ബ്ലോക്ക് ഡിവിഷൻ അംഗം വസന്ത ദേവലാൽ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AG സുഭാഷ്, കിസാൻ സഭ നാട്ടിക മണ്ഡലം സെക്രട്ടറി VR മോഹൻദാസ്, CPI വലപ്പാട് LC സെക്രട്ടറി VC കിഷോർ, CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KS ഉണ്ണികൃഷ്ണൻ, സീന കണ്ണൻ, സുചിന്ത് പുല്ലാട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ പദ്ധതി നിർമ്മാണത്തിന് തുടക്കമായി. 8 കോടി രൂപ ചിലവഴിച്ചാണ് 5 നിലകളുള്ള മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുക. ശ്രീനാരായണപുരം പള്ളിനടയിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ മിനി സിവിൽ സ്റ്റേഷൻ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. നവകേരള സദസ്സിന്റെ ഭാഗമായി ജില്ലയ്ക്ക് ലഭിച്ച വികസനത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന ആദ്യ പ്രവൃത്തിയാണ് കയ്പമംഗലം സിവിൽ സ്റ്റേഷൻ എന്ന് മന്ത്രി പറഞ്ഞു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയിൽ മിനി സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനായി അനുവദിച്ച 3 കോടി രൂപയും ബജറ്റിലെ പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള 5 കോടി രൂപയും ചിലവഴിച്ചാണ് 5 നില കെട്ടിടം നിർമ്മിക്കുന്നത്. ET ടൈസൺ MLA അധ്യക്ഷനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ശ്രീനാരായണപുരം, മതിലകം, ഏറിയാട്, എടത്തുരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS മോഹനൻ, സീനത്ത് ബഷീർ, KP രാജൻ, TK ചന്ദ്രബാബു, ശോഭന രവി, വിനീത മോഹൻദാസ്, ശ്രീനാരായണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, തഹസിൽദാർ M ശ്രീനിവാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു. മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകിയ പൊന്നാംപടിക്കൽ ഇബ്രാഹിം ഹാജി ഭാര്യ ഹാജറയെ ചടങ്ങിൽ ആദരിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ 517 വീടുകളുടെ പ്രഖ്യാപനവും ക്ഷീരഗ്രാമം പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. പൊതുജന നന്മയ്ക്കായി സ്വന്തം ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം CJ പോൾസണ് ജനകീയ ആദരവ്. കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ആദരം ഒരുക്കിയത്. 3 പീടിക ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 10 പേർക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകുന്നതിനുള്ള രേഖ കൈമാറലും ഉമ്മൻചാണ്ടി സ്റ്റഡി സെന്ററിനുള്ള സ്ഥലം കൈമാറ്റവും ചടങ്ങിൽ നടന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP, TN പ്രതാപൻ, MP വിൻസെന്റ്, CA മുഹമ്മദ് റഷീദ്, ജോസ് വള്ളൂർ, KB ശശികുമാർ, TU രാധാകൃഷ്ണൻ, KV ദാസൻ, സോണിയാഗിരി, MK അബ്ദുൽ സലാം, PK മുഹമ്മദ്, KF ഡൊമിനിക്, PMA ജബ്ബാർ,
CS രവീന്ദ്രൻ, TM നാസർ, CC ബാബുരാജ്, സുനിൽ P മേനോൻ, KV അബ്ദുൾ മജീദ്, PB മൊയ്തു, CJ ജോഷി, അനസ് അബൂബക്കർ എന്നിവർ സംസാരിച്ചു. പൊതുകളിസ്ഥലം, നിർധനർക്ക് വീട്, ഉമ്മൻചാണ്ടി സ്റ്റഡി സെന്റർ എന്നിവ നിർമ്മിക്കാൻ ലക്ഷങ്ങൾ വില വരുന്ന 3.25 ഏക്കർ സ്വന്തം ഭൂമിയാണ് CJ പോൾസൺ സൗജന്യമായി വിട്ടു നൽകിയത്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമര സംഘടനയായ FSETU ചന്ദ്രാപിന്നിയിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. കയ്പമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കാൽനട പ്രചരണ ജാഥ. കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, സിവിൽ സർവീസിനെ സംരക്ഷിക്കുക, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കാനുള്ള നീക്കം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജാഥ. ചന്ദ്രാപിന്നിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർപേഴ്സൺ ഷീന വിശ്വൻ അധ്യക്ഷയായി. ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ U സലീൽ, വൈസ് ക്യാപ്റ്റൻ ബിനോയ് T മോഹൻ, മാനേജർ C ആനന്ദ്, സ്വാഗത സംഘം കൺവീനർ KS കിരൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഫൽഗുണൻ, റിനീഷ് എന്നിവർ സംസാരിച്ചു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന മതിലകം ബൈപ്പാസിലെ സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ ഉപരോധ സമരം. മതിലകം പള്ളിവളവ് മേൽപ്പാലത്തിന് അടിയിലായിരുന്നു സമരം. മതിലകം പഞ്ചായത്ത് അംഗം OA ജെൻഡറിന്റെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടന്നത്. സർവീസ് റോഡിലെ ചളി നിറഞ്ഞ റോഡ് ശരിയാക്കി സഞ്ചാരയോഗ്യമാക്കുക, പഴുന്തല ഭാഗത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധ സമരം നടത്തിയത്. ഉപരോധ സമരം അറിഞ്ഞ മതിലകം പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതരുമായി പോലീസ് ഇക്കാര്യം ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ 4-ാം തീയതിക്കകം പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിൽ ഉപരോധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. റോണി ജോർജ്, ബേബി കരിയാപ്പിള്ളി, ജോൺസൺ ചെടിവളപ്പിൽ, ക്ലീറ്റസ് തീയാടി, ലാലി സജി, ടെറിൻ പീറ്റർ, ബിജോയ് ഐക്കിരിയാത്ത് തുടങ്ങി 60ഓളം പേർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,300 രൂപ, പവന് 90,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിച്ച 8 മിനിമാസ് ലൈറ്റുകളിൽ 4 പ്രകാശിതമാക്കി നാടിന് സമർപ്പിച്ചു. 2025-26 വർഷത്തെ പദ്ധതിയിൽ നിന്ന് 10,55,000 രൂപയാണ് ഇതിനായി ചിലവഴിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ മിനിമാസ് ലൈറ്റ് സമർപ്പണം വിവാദത്തിൽ. പഞ്ചായത്ത് പ്രസിഡന്റ് എത്തും മുൻപ് മിനിമാസ് ലൈറ്റ് പ്രകാശിപ്പിച്ചത് കോൺഗ്രസിലെ പടലപ്പിണക്കത്തിന് തെളിവാണെന്ന് ഇടതു മെമ്പർമാർ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും മുൻ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരുടെ ജന്മദിനവും ആചരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.